എന്ത് കാര്യത്തിനും ചേട്ടനോട് ചോദിക്കണം ഒരു ഡ്രസ്സ് എടുക്കണ ഉണ്ടായോന്നാ സന്തോഷക്കുറവൊന്നുമില്ല. പക്ഷെ വീട്ടിലിരിക്കുന്ന ഇതുപോലെ ചെറിയ എന്തെങ്കിലും. തൃശൂർ ഇരിഞ്ഞാലക്കുട റൂട്ടിലെ മാപ്രാണം പോർത്തുശ്ശേരി റോഡാണിത്. ഒരു ചെറിയ കട നടത്തി തങ്ങളുടെ ജീവിത വരുമാനം കണ്ടെത്തുന്ന രണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കുടുംബശ്രീയുടെ പേരായ ദീപം ഫുഡ്സ് എന്ന് തന്നെയാണ് ഇവർ കടയ്ക്ക് പേരിട്ടിരിക്കുന്നത്. എന്റെ പേരാ രഞ്ജി. ഒരാളും കൂടി ഉണ്ടല്ലോ അല്ലേ, പ്രീജ. രഞ്ജി കൂടിയിട്ടാണ് ഈ സംരംഭം നടത്തുന്നത് അല്ലെ. ലോൺ എടുത്തിട്ട് എത്രയാണ് അപ്പൊ കുടുംബശ്രീന്ന് ലോൺ എടുത്തത്? 20,000 രൂപ. ലൈസൻസ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് അത് കൊണ്ട് നേരെ ജനസേവാ കേന്ദ്രത്തിലേക്ക് പോയി. അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അവിടെ ശൈലേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവുക, അവര് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ചേച്ചിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ നേരിട്ട് ആധാറിന്റെ കോപ്പി ൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് 175 രൂപ കൊടുത്തിട്ട് ഒരു ലൈസൻസ് ഡയർ ചെയ്യിപ്പിക്കേണ്ടി. അത് അവര് നേരിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ പൈസ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മൾ എടുത്തതാണ് ഇപ്പോൾ ഈ ലൈസൻസ് എന്ന് പറയുന്നത്. ഇവിടെ വേണ്ട ഇത് എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ചായ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ലൈസൻസ് എടുക്കണം. നമ്മൾ 2000 രൂപ വേറെ എടുക്കണം. സോഡ സർബത്ത്, നാരങ്ങ വെള്ളം, തണ്ണിമത്തൻ ജ്യൂസ്, പൊട്ടുവെള്ളരി ജ്യൂസ് കൂടാതെ പ്രാദേശികമായി കിട്ടുന്ന വിഭവങ്ങളും ഇവർ കടയിൽ വിൽക്കുന്നുണ്ട്. ചീരയൊക്കെ ഭയങ്കര ഓട്ടാണ്. അവർക്ക് അതിൽ നിന്ന് ഒരു ലാഭം എങ്ങനെയാ വരാ? അവര് നമുക്ക് 20 രൂപയ്ക്ക് തരും. എന്നിട്ട് അവർ പറഞ്ഞു 25 രൂപയ്ക്ക് വിറ്റോളോ. അപ്പൊ നമ്മൾ അങ്ങനെ വിൽക്കും. എല്ലാത്തിന്റെയും വില കൊണ്ടുതരുന്ന ആളുടെ വില. മാങ്ങ കൊണ്ടുവച്ചു ഒരു ചേച്ചി. ആ ചേച്ചി കൊണ്ടുവച്ചാൽ പറഞ്ഞു ഞങ്ങൾ വിളിച്ചു വെച്ചാൽ 50 രൂപ 55 രൂപ ഉണ്ട്. അപ്പൊ ആളോട് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് 30 രൂപ തന്നാൽ മതി, നിങ്ങൾ എത്ര ആഴ്ച വെച്ചാൽ വിറ്റോ പറഞ്ഞു. ഞങ്ങൾ 40 രൂപയ്ക്ക് വിറ്റു. ആ ചേച്ചിക്ക് 30 രൂപ കൊടുത്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാഭം, ആ ചേച്ചിയുടെ ലാഭം. പക്ഷെ 55 രൂപ ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടാ. കുടുംബശ്രീയിലും ഇതുപോലെ തന്നെ എന്തൊക്കെ തൊഴിൽ ചെയ്യുന്നവരുണ്ട്? ഇതുപോലെ തന്നെ ഇപ്പൊ കുടുംബശ്രീയിൽ തന്നെ ആ കുട്ടി ലോട്ടറി വിൽക്കുന്നുണ്ട്. ലോട്ടറി വിൽക്കുന്ന തൊട്ടപ്പുറത്തല്ലേ അവിടെ ഇരുന്ന് അതാ ചേച്ചിയുടെ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം നേട്ടങ്ങൾ ഉണ്ടായി നേട്ടങ്ങൾ ഉണ്ടായോന്നാ. കുടുംബശ്രീയിൽ വന്നതിൽ തന്നെയല്ല ഇപ്പൊ ഈ കട തുടങ്ങിയിട്ടായാലും നമ്മൾ എന്ത് കാര്യത്തിനും ചേട്ടനോട് ചോദിക്കണം ഒരു ഡ്രസ്സ് എടുക്കണായാലും. പക്ഷെ ഇപ്പൊ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട, നമുക്ക് ഇതിൽ നിന്ന് കിട്ടണ ക്രാങ്ങൾക്കായാലും ടിവിയുടെ കാലായാലും എന്ത് കാര്യമായാലും നമുക്ക് അറച്ചു പോകുന്നുണ്ട്. അങ്ങനെ മനസ്സിനൊരു സുഖമുണ്ട്. സുഖം ഉണ്ടോന്നാ? അയ്യോ നല്ല സുഖമുണ്ട്. മനസ്സുകൊന്നും സന്തോഷക്കുറവൊന്നുമില്ല. പക്ഷെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടേ. ഒരാഴ്ചക്കാണോ നിങ്ങൾ സാധനം എടുക്കാതോ എങ്ങനെയാ എടുക്കുക? ഇതിപ്പോ കരിക്കൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് 4 ദിവസം ഉണ്ടാവുള്ളൂ. 50 കരിക്കിറക്കുള്ളൂ. ഒരു 4 ദിവസം കൊണ്ട് പോവുള്ളൂ. തണ്ണിമത്തന്നെ ഇതുമാതിരി ഞങ്ങള് 50 കിലോനെ ഇറക്കുക. അതൊരു ഒരാഴ്ച, ചിലപ്പോ ഒരാഴ്ച, ചിലപ്പോ അതിന് മുന്നും പോകും. തൂക്കം മേടിച്ചിട്ട് പോലും ജ്യൂസ് കഴിക്കലൊക്കെ ആണെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. അല്ലാതെ തണ്ണിമത്തനൊക്കെ എവിടെ വരുന്നത്? തണ്ണിമത്തൻ നമുക്ക് മാപ്രാണത്തിന് ചക്കനാവ് കൊണ്ട് തരുന്ന. ഒരു ദിവസം എത്ര സോഡ സർബത്ത് നാരങ്ങകളൊക്കെ ചിലവാകും ഏകദേശം? അതായത് ഏകദേശം ഞങ്ങളുടെ ആ സർബത്ത് കുപ്പിയില്ലേ ആ കുപ്പി ഒരു 1.5 കുപ്പി ചിലവും. അങ്ങനെ ഞങ്ങളെ കണക്ക് ഞങ്ങൾ നടന്ന് അന്വേഷിച്ചിട്ടാണ് ഇതൊക്കെ തുടങ്ങിയത്. കരിക്ക് വെട്ടണതൊക്കെ ഞങ്ങൾ പോയി കണ്ടു പഠിച്ചിട്ടൊക്കെ തന്നെ എങ്ങനെ എവിടെ വെട്ടണെന്നൊക്കെ ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. കരിക്കൊക്കെ വെട്ടാൻ ഞങ്ങൾ ഇരിഞ്ഞാലക്കുട മൊത്തം ഞങ്ങൾ നടന്നിട്ടുണ്ട്, എങ്ങനെ വെട്ടാന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് നോക്കി എല്ലാവരും ഫ്രണ്ട് വെട്ടുമ്പോൾ ഞങ്ങൾ ബാക്ക് വെട്ടുമ്പോൾ വേഗം പൊട്ടുന്ന കാരണം അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ. ഈ 20,000 ഉള്ളിൽ ഒതുങ്ങിയോ? അതിൽ എങ്ങനെയാണ് അതിനുള്ളത് ചെയ്തോളൂ. പിന്നീട് നമുക്ക് കിട്ടണതിനനുസരിച്ച് നമ്മൾ ആ ബോർഡൊക്കെ ചെയ്തത് ഇപ്പൊ ഞങ്ങൾക്ക് വന്ന കാശ് കൊണ്ട് ഞങ്ങൾ ചെയ്തതാ. 20,000 നമ്മൾ ഈ വണ്ടിക്ക് കാശ് ചെലവാക്കി. അതിന് മുന്നേ ഞങ്ങൾ സ്വർണ്ണം വെച്ചാൽ കാശിൽ ഞങ്ങൾ ഈ ഐസ് ബോക്സ് ഞങ്ങൾക്ക് ഫ്രിഡ്ജ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതിലൊക്കെ വന്ന ബസ് ചേട്ടൻ തന്നതാ ഫ്രിഡ്ജ്. അപ്പോൾ ഇങ്ങനെയാണ് ഐസൊക്കെ സൂക്ഷിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ തന്നെ അല്ലേ? അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടാവും. നാളെ വരെ നിൽക്കും ഈ ഐസ്? 3 ദിവസം ഇങ്ങനെ നിൽക്കും. ഐസൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? ഐസ് സ്റ്റാൻഡിൽ നിന്ന് മേടിക്കും. ഞങ്ങള് ആശുപത്രിയുടെ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് മേടിക്കും. പക്ഷെ ആള് ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ വല്ലപ്പോഴും ഒരു കരിക്ക് വെട്ടി 2 കരിക്ക് അവരെ വണ്ടിയിൽ പോകുമ്പോൾ അവർക്ക് പോകുമ്പോൾ കൊടുത്തയക്കും. മറ്റേ പൊട്ടുവെള്ളരി ജ്യൂസ് കൊടുത്തയക്കും. അങ്ങനെ അല്ലാണ്ട് 10 വയസ്സായിട്ടും മേടിച്ചിട്ടില്ല. തേനിലാവ് എക്കാലത്തും കുട്ടികളുടെ ഫേവറേറ്റ് പുളിമിഠായി സംഭവങ്ങളൊക്കെ ഉണ്ട്. നാരങ്ങ മിഠായി പിന്നെ ഇല്ലാത്ത കേസില്ലല്ലോ. നാരങ്ങ മിഠായി, മാങ്ങയും നെല്ലിക്കയും ഉപ്പിലിടുന്ന രീതി ഒന്ന് വിവരിക്കാം. ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടിയിട്ട് വെള്ളം തിളപ്പിക്കും. എന്നിട്ട് അതിൽ നെല്ലിക്കാനൊന്ന് ഇട്ടിട്ട് വാരി എടുക്കും. ഒരു 10-15 മിനിറ്റ് ഇടാൻ പറ്റില്ല, ഒരു 10 മിനിറ്റ് ഒക്കെ ഇടും. എന്നിട്ട് അപ്പം തന്നെ കോരും. എന്നിട്ട് വിരലിലേക്ക് ആക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ വെള്ളം ചൂടാറിയതിന് ശേഷം ഉപ്പിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ പൂപ്പല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. കുറച്ച് വാങ്ങിയും അങ്ങനെ തന്നെ ചെയ്യണം നമ്മൾ, എന്നാലാണ് അത് പൂക്കാണ്ട് കിട്ടുള്ളൂ. അവിടെ ഞങ്ങൾ പറഞ്ഞിട്ട് പാല് മേടിച്ചിട്ട് ഉറവിടിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ അത് വേറൊരു മേടിച്ച തൈര് രസമില്ലല്ലോ. ഉണ്ടായിന്നാണ് ഇപ്പൊ വന്നെടുത്തിട്ടുള്ളത്. അവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സ്ഥലം. ജനങ്ങളോട് ഞാൻ തന്നെ പറയാനുള്ളൂ, നമുക്ക് കയ്യിൽ വരതുണ്ടെങ്കിൽ എടുത്ത് എന്തെങ്കിലും ചെറിയ സംരംഭം തുടങ്ങാം, അത്ര തന്നെ.
സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഭർത്താവിൻ്റെ അടുത്ത് കൈ നീട്ടണ്ട, അമ്മേരുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് കൈ നീട്ടണ്ട. സത്യം ആ ഒരു സന്തോഷം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതുള്ള കാരണം കൊണ്ട് ആൾക്കും വരുമാനമുള്ള കാരണം അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ കാര്യങ്ങൾ പോകും. എൻ്റെ ചേട്ടന് പണിയുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അവരോട് ചോദിക്കുന്നത് ഒരു പരിധിയില്ലേ. എന്താണെന്ന് വെച്ചാൽ കിടാങ്ങൾ 2 NCCക്ക് ഉണ്ട്, മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാ സ്പോർട്സിൻ്റെ എല്ലാത്തിനും ഉണ്ടാവും 2 ആളും. അപ്പോൾ ആ വഴിക്ക് കുറേ കാശുകൾ ചിലവുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ വേണ്ടാന്ന് വെച്ച് നടക്കലായിരുന്നു പതിവ് ചോദിക്കാണ്ടൊക്കെ. ഇപ്പൊ ഇത് തുടങ്ങിയപ്പോ നമുക്ക് കുഴപ്പമില്ല. ഞാനോ ചോദിച്ചോട്ടെ മീഷോന്ന് ഡ്രസ്സ് എടുത്ത് തുടങ്ങി. ഈ സംഭവം ആയപ്പോ അല്ലാണ്ട് ഇതവരെ എടുത്തിട്ടില്ല. മീഷോന്ന് ഞാനാ ചേച്ചി അവരെ ചുരിദാർ അതൊക്കെ സന്തോഷം. ഈ നിറഞ്ഞ ചിരി തന്നെയാണല്ലേ. ശരിക്കും സന്തോഷം തന്നെ. ചേട്ടനെ കൊണ്ട് അങ്ങനെ സന്തോഷം കുറവിന്റെ അല്ല കേട്ടാ, പക്ഷെ നമ്മൾ അവരുടെയും കൂടി ബുദ്ധിമുട്ട് മനസ്സിലാക്കണ്ടേ. കോൺഫിഡൻസിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ 2 ആള് ഞാനും ആ ചേച്ചിയും ഒരേ വൈബ്. പിന്നെ ഇവിടെ വന്നവരൊക്കെ നമ്മളോട് എന്നിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വിജയിക്കും കേട്ടാന്ന് വെച്ചാൽ നിങ്ങൾ വർത്താനം പറയണതും സംസാര രീതി നല്ല രസമാണ്. കാരണം വന്നൂര് വീണ്ടായാലും വരും. അങ്ങനെ പെരുമാറ്റം വലിയൊരു കാര്യമാണ്. മുഖം വീർപ്പിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും ചേട്ടനൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു 2 പേർക്കും. 2 ആൾക്കും ഇപ്പോഴും ഉണ്ട്. നമ്മള് ഇന്ന് സോഡ എടുത്തിട്ടുണ്ട്, ഐസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കടയിൽ വന്ന് തുറക്കാൻ നോക്കിയപ്പോ ഞാൻ പറയാം അയ്യോ ഐസിലാണ്ട് ഇത് തുറന്നിട്ട് ഇപ്പൊ എന്തിനാ. എൻ്റെ കെട്ടാൻ 5 മണിക്ക് എനിക്ക് പോകും. അതിന് 7 മണിയാകുമ്പോൾ പഠിക്കാണ്ട് 5 മണിക്ക് എനിക്ക് പോയിട്ട് ഐസ് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് പോവാള്. ഈ ചേട്ടൻ കാലത്ത് ആൾ വന്നു കഴിയുമ്പോൾ വിളിച്ച് വന്നിട്ട് 2 ആളും കുത്തി പൊട്ടിച്ച് സോഡയൊക്കെ സെറ്റ് ചെയ്ത് ഐസ് പറക്കി വെച്ച് അതിൻ്റെ മുകളിൽ സോഡ വെച്ച് സെറ്റാക്കി വന്നിട്ട് നമുക്ക് ചെയ്തു തരും. ചെലവ് കണക്കൊക്കെ വൈകുന്നേരം ആ ചേച്ചിയുടെ അടുത്ത് പോകും, ഞാൻ ഒത്തു നോക്കും. നഷ്ടം വന്നിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നഷ്ടമുണ്ട്. മഴ പെയ്തൊരു ദിവസം ഞങ്ങൾ പൊട്ടുകളരി ഒരു പാത്രം ഫുള്ളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് ചെലവായി ഇത് തുടങ്ങുന്നതായിട്ട് മുൻപും പിൻപും ഒരു മാനസിക നിലവാരമായാലും ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലായാലും എന്തേ വ്യത്യാസം വന്നിട്ടുള്ളത്? നമുക്ക് നമ്മുടേതായ ഒരു വരുമാനം എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങിയപ്പോൾ അതിനൊരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് തന്നെയായിട്ട് ഒരു വരുമാനം നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടല്ലോ, സന്തോഷമാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടേതായ ഇതൊന്നുമില്ലല്ലോ. എല്ലാവരും ചോദിക്കണം, നമുക്കൊരു പൈസ ആയാലും അത് ഭർത്താവിനോട് ചോദിക്കണം, അതൊക്കെ വേണം. ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞിട്ടൊരു പൈസ കിട്ടുമ്പോൾ അതിൽ വലിയ സന്തോഷം തന്നെ ഞങ്ങൾക്ക്. ആത്മവിശ്വാസം കൂടുതലാണ് ഞങ്ങൾക്ക്. കാരണം വെച്ചാൽ ആത്മവിശ്വാസം വളരെ കൂടുതലാണ് ഞങ്ങൾക്ക്. ഇനിയും ഞങ്ങൾ മുന്നേറുന്നില്ല. ഞങ്ങളുടെ സ്ത്രീജനങ്ങളോട് എന്താ പറയാനുള്ളത്? അപ്പോൾ ഞങ്ങൾ ജോലിക്ക് വേണ്ടി ഞങ്ങൾ കുറേ സ്ഥലത്ത് ശ്രമിച്ചതാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരം 9 മണി വരെയൊക്കെ ജോലി എന്ന് പറയുമ്പോൾ വീട്ടിൽ പിള്ളേരുണ്ട്. അപ്പോൾ അവരെ നോക്കാനൊന്നും ആരില്ലാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ മാത്രമുള്ള വീട്ടിലത്തെ കാര്യങ്ങൾ, അപ്പോൾ അവരെ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തോന്നി അങ്ങനെ വിടാത്തവർക്ക് നമുക്ക് തന്നെ ഒരു ഇത് തുടങ്ങാലോ എന്നുള്ളതിലാണ് ഞങ്ങളിത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വീട്ടിലിരിക്കുന്നവർ ഇതുപോലെ ചെറിയ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർക്ക് അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ കിട്ടുന്ന ഒരു വരുമാനമായില്ലേ, ചെറുതായാലും അങ്ങനെ ചെയ്യാൻ നോക്കുക എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് മനസ്സിലായി ചെയ്താൽ വിജയിക്കും, എന്തിനും മുന്നിട്ട് ഇറങ്ങണം, എന്നാലാണ് നമുക്കത് വിജയം കൈവരിക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അധ്വാനിക്കാനായിട്ടുള്ള ഒരു മനസ്സും മനസ്സുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പം നമുക്ക് ചെയ്തപ്പോഴല്ലേ നമുക്ക് അതിനെ പറ്റി അറിയുന്നത്. അപ്പോൾ എന്ത് ചെയ്താലാണ് ഇത് കിട്ടുള്ളൂ, ഫലം കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മെമ്പറുടെ സപ്പോർട്ട് അതൊക്കെ വലിയൊരു കാര്യമാണ്. നമുക്ക് എന്ത് പറഞ്ഞാലും ചെയ്തുതരാനായിട്ട്. അടുത്തത് എന്താണ്? ഇപ്പൊ ഈ ഒരു കൊച്ചു കടയാണെങ്കിലും അടുത്തൊരു സ്വപ്നം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുക, കുറച്ചും കൂടി സാധനങ്ങൾ കൊണ്ടുവരാം, ചെറിയ ചായക്കട കാര്യങ്ങളായിട്ട്. മഴ പെയ്യുമ്പോൾ ചോരാണ്ടിരിക്കാനായിട്ട് ഒന്ന് വലിച്ചു കെട്ടി ഒന്ന് ഇതാക്കണം. പിന്നെ പുറമ്പോക്ക് എന്നുള്ള ഒരു ഇതിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അവർ എന്ന് പറഞ്ഞാലും നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. നമുക്കൊരു വലിയ ബുദ്ധിമുട്ടില്ല ഇവിടെ നിൽക്കണമുണ്ട്. അവർ വന്നിട്ടായാലും പറയുന്നത് പെട്ടിക്കടയിൽ ചെയ്തോ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതിലും കുഴപ്പമില്ല. ഇപ്പം ഇത് അയക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇതിൽ ചെയ്യാലോ, അങ്ങനെ നിൽക്കണം. വീട്ടില് പറമ്പില് തെങ്ങിനും കടക്കിലൊക്കെയാണ് ഇടുന്നത്. പ്ലാസ്റ്റിക് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് നമുക്ക് കൈമാറുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ. അതായാലും നമുക്ക് കടലാസായ കാരണം കത്തിക്കാനൊന്നും കുഴപ്പമില്ല. പിന്നെ തണ്ണിമത്തന്റെ തൊലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി പശുവിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനത്തെ വലിയ വേസ്റ്റ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ ജീവിതം തൃപ്തികരമാണ്, സന്തോഷകരമാണ്. സന്തോഷമായിരുന്നു, പക്ഷെ ഇപ്പൊ കൂടുതൽ സന്തോഷം പണിയെടുത്തിട്ട് കിട്ടുന്നത് സന്തോഷം തന്നെയാണ്. അപ്പൊ തുടർന്നു കൊണ്ട് പോകുക, കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കാലമെത്ര കഠിനമായാലും ഒരു സ്ത്രീയുടെ ഹൃദയത്തിലെ ധീരതയും നിശ്ചയദാർഢ്യവും അവളുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അതിജീവിക്കാൻ സഹായിക്കും.